ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇനി വരാൻ പോകുന്ന എപ്പിസോഡിന്റെ ഒരു ചെറിയ റിവ്യൂയിലേക്കാട്ടോ കിടക്കുന്നത്. അങ്ങനെ ദീപാവലി ആവുമ്പോഴേക്കും ഇവർക്കൊരു ആചാരമുണ്ട്. സ്വർണ്ണോ അല്ലെങ്കിൽ വെള്ളിയോ എന്തെങ്കിലുമൊക്കെ പൂജ ചെയ്യുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ പൂജയൊക്കെ ചെയ്യേണ്ടത്. അപ്പൊ അശ്വിന്റെ വീട്ടില് നമ്മുടെ ശ്രുതി വരുമ്പോഴേക്കും എല്ലാവരും സ്വർണം വാങ്ങണ തിരക്കിലാണ്. മനോരമ പറയും ഇങ്ങനെ, എനിക്ക് ഈ മാല വേണം, ഈ വള വേണം, മോതിരം കറക്റ്റ് ആയിട്ട് മേടിക്കണം എന്നൊക്കെ പറയും കേട്ടോ. അതേസമയത്ത് അഞ്ജലിയും പറയും അവർ സ്വർണ്ണമൊക്കെ ഭയങ്കരമായിട്ട് ആർഭാടമായിട്ടൊക്കെ മേടിക്കാൻ പോണ സമയത്ത് അഞ്ജലി ശ്രുതിയോട് ചോദിക്കണ്ട, നിനക്ക് എന്തെങ്കിലും സ്വർണ്ണം എന്തെങ്കിലും വേണോ? ശ്രുതി ചോദിക്കുമ്പോൾ എനിക്കൊന്നും വേണ്ടെന്ന് പറയാണ്. അതിനുശേഷം ശ്രുതിയുടെ അമ്മായി വിളിക്കുന്നുണ്ട്, മോളെ ശ്രുതി, ഇന്ന് ദീപാവലി അല്ലേ, നമുക്ക് വെക്കാൻ സ്വർണവും കാര്യങ്ങളൊന്നും ഇല്ല, നീ വരുമ്പോൾ കുറച്ച് പൂക്കളും അതുപോലെ പൂജക്കുള്ള സാധനങ്ങളും വാങ്ങിച്ചുകൊണ്ട് ഞാൻ പറയും കേട്ടോ. അത് നമ്മുടെ അശ്വിൻ കേൾക്കുന്നുണ്ട്, ഇവർ തമ്മിൽ സംസാരിക്കണത് അമ്മായും ശ്രുതിയും കൂടിയിട്ട്. ആ സമയത്ത് അശ്വിന് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ടോ, ശ്രുതിയുടെ കയ്യിൽ ഒന്നുമില്ല, 10 രൂപ പോലും എടുക്കാനില്ലാത്തൊരു അവസ്ഥയാണല്ലോ എന്ന് ആലോചിച്ചിട്ട്. അതിനുശേഷം നമ്മുടെ പെട്ടെന്നാണ് ശ്രുതി ഒരു കാര്യം ആലോചിക്കുന്നത്. ദീപാവലി പ്രമാണിച്ച് ഒരു സോപ്പ് പൊടി ഉണ്ട്, അത് ഡിറ്റർജന്റ് പൗഡറിന്റെ ആൾക്കാർ ഇറക്കിയ ഒരു പരസ്യമാണ്. അവരുടെ പൗഡറിന്റെ ഉള്ളിൽ, അതായത് പാക്കറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഗോൾഡ് കോയിൻ അല്ലെങ്കിൽ സിൽവർ കോയിൻ ഉണ്ടെന്നുള്ളത്. അപ്പൊ അത് നമ്മുടെ ശ്രുതി പെട്ടെന്ന് ഓർത്തിട്ട് പത്രം എടുത്ത് നോക്കുവാണ്. അപ്പൊ പത്രത്തിൽ ആ പരസ്യം ഉണ്ട്. അപ്പൊ അഞ്ജലിനെയും ലാവണിനെയും കാണിക്കേണ്ട ഈ പരസ്യം കണ്ടോ, ഈ ഡിറ്റർജന്റിന്റെ ഉള്ളിൽ നിന്ന് ഗോൾഡ് കോയിനോ അല്ലെങ്കിൽ സിൽവർ കോയിനോ ഇടോ എന്നാണ് കമ്പനിക്കാർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പൗഡർ വാങ്ങിച്ച് നോക്കാൻ പോകണം, ചിലപ്പോൾ എനിക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടിയെങ്കിൽ അത് വീട്ടിൽ കൊണ്ടുപോകാമല്ലോ എന്ന് പറയുവാട്ടോ. അശ്വിൻ അത് കേൾക്കുമ്പോഴൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നും. അങ്ങനെ നമ്മുടെ എല്ലാവരും സ്വർണം മേടിക്കുന്ന കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ നമ്മുടെ ആ രാമേട്ടനോട് ശ്രുതി പറയുന്നുണ്ട്, എനിക്കൊരു 20 പാക്കറ്റ് ഡിറ്റർജന്റ് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയുവാണ്. ആ സമയത്ത് മനോരമ പറയുന്നുണ്ട്, കീറസാരിക്കാരി ഒരുപാട് പേരുടെ സാരി കീറാനുള്ള പുറപ്പാടാണെന്ന് തോന്നുന്നതെന്ന് പറയുമ്പോൾ, ഗോൾഡ് കോയിനോ സിൽവർ കോയിനോ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഡിറ്റർജന്റ് ആവശ്യമുള്ള സാധനമല്ലേ, മേടിച്ചു വെക്കണോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുവാണ്. അങ്ങനെ ശ്രുതി ഡിറ്റർജന്റ് എല്ലാവർക്കും ഗോൾഡ് മേടിക്കും രാമേട്ടൻ, അതുപോലെ തന്നെ ശ്രുതിക്ക് ഒരു 20 പാക്കറ്റ് ഡിറ്റർജന്റിന്റെ പൗഡറിന്റെ പാക്കറ്റും വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഓരോ പാക്കറ്റ് പ്രതീക്ഷയോട് കൂടി ഇങ്ങനെ പൊട്ടിക്കുവാട്ടോ, ഇതിലുണ്ടാവണേ കോയിൻ ഇതിലുണ്ടാവണേ. അപ്പൊ അവസാനം ഇങ്ങനെ പൊട്ടിച്ച് 19 പാക്കറ്റ് പൊട്ടിക്കും. ലാസ്റ്റ് ഒരു പാക്കറ്റ് ഉണ്ട്. ആ സമയത്ത് ശ്രുതി പറയും, ഇതെനിക്ക് പൊട്ടിക്കാൻ കയ്യും കാലൊക്കെ വരയ്ക്കുവാണ്. ലാവണ്യ മേഡം, അഞ്ജലി മേഡം, നിങ്ങൾ ആരെങ്കിലും ഇതൊന്ന് പൊട്ടിക്കാവോ? അയ്യോ വേണ്ട, നീ തന്നെ പൊട്ടിക്കുക, തീർച്ചയായിട്ടും ഇതിലുണ്ടാവുമെന്ന് അഞ്ജലി പറയുന്നുണ്ട്. ലാവണ്യ പറയണ്ട, അതെ ഇതിലുണ്ടാവും, നീ വിഷമിക്കേണ്ട കാർട്ടൂൺ ബേബി എന്ന് പറയുവാണ്. അങ്ങനെ ശ്രുതി പേടിച്ച് ആ പാക്കറ്റ് പൊട്ടിക്കുവാണ്. പതുക്കെ കൈയിടുന്നുണ്ട്. എന്താ ശ്രുതി ഇല്ലേ എന്ന് അഞ്ജലി ചോദിക്കുമ്പോൾ, ഉണ്ട് മേഡം, കിട്ടി എന്ന് പറഞ്ഞിട്ട് ആ കോയിൻ എടുത്ത് കാണിക്കുകയാണ്. ശ്രുതിയുടെ സന്തോഷം ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ആ സന്തോഷം കാണുമ്പോൾ അശ്വിന് വല്ലാതെ സന്തോഷം തോന്നുന്നുണ്ട്. അപ്പൊ ഒരു 5 മിനിറ്റ് മുമ്പിലുള്ള കാര്യം അശ്വിൻ ആലോചിക്കുകയാണ്. വേറെ ഒന്നുമല്ല, രാമേട്ടൻ ഈ ഡിറ്റർജന്റിന്റെ പാക്കറ്റുകളൊക്കെ കൊണ്ടുവന്ന് വെച്ച സമയത്ത് നമ്മുടെ അശ്വിൻ രാമേട്ടനെ ഒരു ജോലിക്ക് അപ്പുറത്ത് പറഞ്ഞു വിടും. എന്നിട്ട് അതിലൊരു ഡിറ്റർജന്റിന്റെ പാക്കറ്റിന്റെ അടിവശം പൊട്ടിക്കും. ബ്ലേഡ് കൊണ്ട് മുറിച്ചിട്ട് അതിൽ കോയിൻ കയറ്റി അശ്വിൻ വെക്കും. എന്നിട്ട് കിക്ക് മേടിച്ചിട്ട് അത് ഒട്ടിച്ചു വെക്കും, ആരും അറിയാത്ത പോലെ. അടിയിലായിട്ട് ആരും ശ്രദ്ധിക്കില്ലല്ലോ. അപ്പൊ ആ ഒരു ശരിക്കും പറഞ്ഞാൽ അശ്വിനാണ് ആ കോയിൻ അവിടെ വെക്കുന്നത്. ശ്രുതിയുടെ സന്തോഷം, ശ്രുതിക്ക് ആ കോയിൻ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ നല്ല അടിപൊളി ഭാഗമായിട്ട് അത് ഹിന്ദിയിൽ ഇതിൽ എങ്ങനെയാ വരുന്നതെന്ന് കണ്ട് തന്നെ അറിയാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.